ബി ജെ പിയിൽ ചത്താലും പോവില്ല എന്ന് പറഞ്ഞ അഖിൽമാരാര് ഇപ്പൊ എന്തുകൊണ്ട് ബി ജെ പി അനുകൂലിച്ച് സംസാരിക്കുന്നു അറിയില്ല. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് അഖിൽമാരാര് നീ ആരാടാ? ഞാൻ പലപ്പോഴും ചോദിച്ചാണ്, നമ്മുടെ രാജ്യത്തൊരു യുദ്ധം നടക്കുമ്പോൾ, പാകിസ്ഥാനും ഇന്ത്യയും പഹൽഗാമിലെ യുദ്ധത്തിന്റെ സമയത്ത് അത് നടക്കുമ്പോൾ അതിനെതിരെ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ അഖിൽമാരാറിന് എന്ത് അധികാരവും എന്ത് അവകാശവുമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയാനും, അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇങ്ങനെയുള്ളതാണെന്ന് പറയാനുമുള്ളത്? അങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് രാജ്യദ്രോഹ കുറ്റമല്ലേ നീ ചെയ്തത്? അങ്ങനെ ചെയ്ത നീ എന്ത് വാല്യൂ ഉണ്ടാ നിനക്കുള്ളത്? എന്ത് വാല്യൂവിലാണ് നീ സംസാരിക്കുന്നത്? വേടൻ എന്തും ചെയ്ത് പൊക്കോട്ടെ, കാരണം അയാൾ അനുഭവിച്ച കാര്യങ്ങളാണ് അയാൾ മുന്നിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അയാൾ പറയുന്നത്. അത് പറയുമ്പോൾ ഇത്രയും വിഷമം അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അഖിൽമാരാർ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. അഖിൽമാരാർ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട്. വേടൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വേടൻ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാരെ നിന്റെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നിന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ അത് അംഗീകരിക്കാം. പക്ഷേ